അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞ സിനിമയുടെ ബാക്കി ഭാഗമാണ്. അങ്ങനെ അടുത്ത ദിവസം മേരിക്ക് സംസാരിക്കാനുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കാൻ തുടങ്ങി. അപ്പോഴും മേരിയുടെ കൂടെ ആ തത്ത ഉണ്ടായിരുന്നു. മേരിയുടെ തോളിലിരുന്ന് തത്ത എല്ലാം കേൾക്കുന്നുണ്ടായി. സാധാരണ സംസാരം വരെ മേരിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അച്ഛനും കൂടെ വന്ന് എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. മേരി സംസാരിക്കാത്ത ദേഷ്യത്തിൽ അച്ഛൻ കലിപ്പായി അമ്മയോട് ചൂടാവാൻ തുടങ്ങി. ഇത് കണ്ടു നിന്ന തത്ത മേരിയോട് പറയും, കപ്പെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കണ്ടതും മേരി ആകെ അതിശയിച്ചു നിന്നു. ഇതെന്താ, ഈ കിളി സംസാരിക്കുമോ എന്ന് കരുതി. അത് കേട്ട മേരി കപ്പെന്ന് പറയും, അതും വിക്കലില്ലാതെ. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് വിൽക്കാതെ പറഞ്ഞ സന്തോഷത്തിൽ അമ്മ അവളെ കെട്ടിപ്പിടിച്ചു. ഇതിനുശേഷം മേരിക്ക് സംസാരിക്കുന്ന ഒരു നല്ല കൂട്ടുകാരിയായി പാലിയെ കിട്ടി. പക്ഷേ കിളി സംസാരിക്കുന്നത് മേരിക്ക് മാത്രമേ അറിയൂ, വീട്ടിൽ ആർക്കും അറിയില്ല. മേരി വിക്കി സംസാരിക്കുന്നത് കൊണ്ടല്ലേ വീട്ടിൽ പ്രശ്നം എന്നും വിചാരിച്ച് ഈ കിളി തന്നെ മേരിക്ക് സംസാരിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അച്ഛൻ നോക്കുമ്പോഴെല്ലാം ഇവൾ കിളിയുടെ കൂടെയാണ്. അച്ഛൻ നോക്കുമ്പോൾ ഇവൾ കിളിയുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയും, മേരി ഇവിടെ വാ, നമുക്ക് കടയിൽ പോയി വരാം. അച്ഛാ, കിളി നല്ലോണം സംസാരിക്കും, എനിക്കെല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്, മേരി അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ മേരിയോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കിളികളൊന്നും സംസാരിക്കില്ല, നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കും, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അല്ല അച്ഛാ, ഇത് സംസാരിക്കും, മേരി അച്ഛനോട് പറഞ്ഞു. ഇവൾ കുട്ടിയല്ലേ, അറിവില്ലാത്തത് കൊണ്ട് പറയുകയാണെന്ന് കരുതി അച്ഛൻ അത് കാര്യമാക്കിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേരി പാലിക്ക് പറക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ പാലിക്ക് പറക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നായകൻ ഭയങ്കര അതിശയത്തോടാണ് കേട്ടിരിക്കുന്നത്. നായകൻ കിളിയോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുണ്ടായി, നീ പറന്നോ എന്ന്. അതൊന്നുമില്ല, എനിക്ക് തുടക്കത്തിൽ പറക്കാൻ പോലും അറിയില്ലായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ പുതിയൊരു പൂച്ചയെ കൊണ്ടുവന്നത്. പൂച്ചയെ കണ്ടതും ഞാനാകെ ഭയന്നു. അങ്ങനെ ഒരു നാൾ പൂച്ച എന്നെ പിടിക്കാനായി എൻ്റെ പിറകെ ഓടി. ഞാൻ പേടിച്ച് എല്ലാം തട്ടിമറിച്ച് ജീവനും കൊണ്ട് ഓടി. പൂച്ച എന്നെ പിടിച്ചോ പിടിച്ചില്ല എന്നായപ്പോൾ മേരി വന്ന് എന്നെ രക്ഷിച്ചു. ആ സമയം അച്ഛനും അമ്മയും വിചാരിച്ചത് ആ കിളിയുടെ കൂടെ എപ്പോഴും നടന്നിട്ടാണ് അവൾക്ക് സംസാരിക്കാൻ കഴിയാത്തതെന്നാണ്. അവൾക്കിവിടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല. അടുത്തുള്ള കുട്ടികളോട് പോലും സംസാരിക്കാൻ പോവാതെ എപ്പോഴും ആ കിളിയുടെ കൂടെ നടന്നിട്ടാണ്. എല്ലാവരോടും സംസാരിച്ച് നടന്നാൽ അവളുടെ വിക്ക് പോകും. അതുകൊണ്ട് ആ കിളിയെ എങ്ങനെയെങ്കിലും അവളിൽ നിന്നും അകറ്റണം. എന്നാലേ അവൾ വേറെ എല്ലാവരോടും പതിയെ സംസാരിക്കാൻ തുടങ്ങിയുള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും ആ കിളിയെ ഒഴിവാക്കണം. അച്ഛനും അമ്മയും തീരുമാനിച്ചു. ഇവർ പറയുന്നതെല്ലാം മേരി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ കിളിയെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയ മേരി കിളിയെ എടുത്തുകൊണ്ട് വന്ന് വിൻഡോ വഴി പറക്കാൻ പറഞ്ഞു. എന്തിനാ എന്നെ പറഞ്ഞു വിടുന്നത് എന്ന് കിളി ചോദിക്കുമ്പോൾ മേരി പറയും, അവർ നിന്നെ എന്തെങ്കിലും ചെയ്യും, നീ പറന്നു പൊക്കോ. ഇത് കേട്ട പാലിക്ക് പറക്കാൻ പേടി തോന്നി. പറക്കാതെ അവിടെ തന്നെ നിൽക്കും. വേഗം പറന്നു പോകൂ, പിന്നെ തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ മേരി പറയുന്നുണ്ടായി. പാലി പറക്കാനുള്ള ഭയത്തോടെ നിൽക്കുമ്പോൾ പറന്നു പോ പോ എന്ന് മേരി പറഞ്ഞുകൊണ്ടിരുന്നു. നീ എന്തായി പറയുന്നത്, എനിക്ക് പറക്കാൻ അറിയില്ല എന്ന് പാലി പറയുമ്പോൾ മേരി ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് വിൻഡോയിലൂടെ പുറത്തേക്കിറങ്ങി പാലിക്ക് പറക്കാൻ കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് മേരിയുടെ കാൽ തട്ടി അവിടെ വെച്ചിരുന്ന ഒരു പൂച്ചട്ടി താഴേക്ക് വീണു. അതിൻ്റെ സൗണ്ട് കേട്ട് മേരിയുടെ അച്ഛനും അമ്മയും എന്താ സൗണ്ടെന്ന് നോക്കുമ്പോൾ മേരി പാലിക്ക് പറക്കാൻ പഠിപ്പിക്കുന്നു. അതിനിടയിൽ മേരി കാൽ തെറ്റി താഴേക്ക് വീണു. അവിടെ ഒരു സ്ഥലത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ഇത് കണ്ട അച്ഛൻ മേരിയെ രക്ഷിക്കാൻ ഓടിയെത്തുന്നു. ഭാഗ്യത്തിന് വീണപ്പോൾ അച്ഛൻ ഓടിയെത്തി അവളെ പിടിച്ചു. അതുകൊണ്ട് തന്നെ മേരിക്ക് പരിക്കൊന്നും പറ്റിയില്ല. അച്ഛൻ മേലേക്ക് നോക്കുമ്പോൾ കിളി അവിടെ നിൽക്കുന്നു. ഈ കിളി കാരണമാ ഈ പ്രശ്നമൊക്കെ എന്ന് വിചാരിച്ച് എന്തായാലും ഈ കിളിയെ അവളിൽ നിന്നും അകറ്റണമെന്ന് തീരുമാനിച്ച് അച്ഛൻ കിളിയൊരു കൂട്ടിലിട്ടടച്ച് കാറിൽ കിളിയെ കൊണ്ടുപോകും. അത് കണ്ട മേരി കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടിക്കൊണ്ട് പറയും, അത് എൻ്റെ കിളിയാ, എനിക്ക് താ, അതിനെ കൊണ്ടുപോകല്ലേ അച്ഛാ,
എൻ്റെ കിളിയാണ്, താ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടും. അമ്മ മേരി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവും. കിളി കൂട്ടിൽ നിന്നും എത്തി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അതിനുശേഷം ഞാൻ മേരിയെ കണ്ടിട്ട് പോലുമില്ല. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണമെന്ന് കിളി വിഷമിച്ച് നായകനോട് പറഞ്ഞു. ശരി, അതിനുശേഷം നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് നായകൻ ചോദിക്കുമ്പോൾ അതിനുശേഷം ഇനിയും കഥയുണ്ടെന്ന് പറഞ്ഞ് കിളി ബാക്കി കഥ പറയാൻ തുടങ്ങി. അതിനുശേഷം ഞാനൊരു മാജിക്കാരൻ്റെ അടുത്തേക്ക് എത്തുന്നത്. പല സ്ഥലത്തും എന്നെ വെച്ച് മാജിക്ക് നടത്തി ഒന്നും സെറ്റാവാത്തത് കൊണ്ട് അയാൾക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ അയാൾ എന്നെ പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് അയാൾ പോയി. അങ്ങനെ കുറേ നാൾ അവിടെ തള്ളി നീക്കി. അപ്പോഴാണ് ഒരു കള്ളൻ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നത്. കട്ട സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നാണ് അവൻ വിൽക്കാറ്. അങ്ങനെ ഞാൻ പാടുന്നതും സംസാരിക്കുന്നതും അവൻ കണ്ടു. ഇത് കൊള്ളാലോ, നല്ല ബുദ്ധിയുള്ള കിളിയാണല്ലോ, ഇതിനെ ഞാനങ്ങ് വാങ്ങിയാലോ എന്നവൻ വിചാരിച്ചു. അങ്ങനെ എന്നെ മേടിക്കാനായി അവൻ ഓണറോട് ഡീൽ സംസാരിക്കുമ്പോൾ ആ സമയം അതാ ഹെവിൻ എന്ന ഒരു വയസ്സായ സ്ത്രീ വന്നത്. അവർ വരുമ്പോൾ ഞാൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടതും ആ സ്ത്രീ, ഇതെന്താ ഇങ്ങനെ കിളി സംസാരിക്കുന്നത്, എനിക്കിതിനെ വേണം, ഇതിനെ ഞാൻ വാങ്ങിച്ചോളാം എന്നും പറഞ്ഞ് ആ കള്ളൻ ചെക്കൻ പറഞ്ഞതിനേക്കാൾ പണം കൊടുത്ത് അതിനെ വാങ്ങിയിട്ട് ആ സ്ത്രീ അതിനെ കൊണ്ട് വരുമ്പോൾ പല സൗണ്ടുകളും ഉണ്ടാക്കി അതിൽ കൂട്ടിൽ കിടന്നോടി. പാവം, ഇതിനെങ്ങനെ അടച്ചു വെക്കണ്ടെന്ന് വിചാരിച്ച് ആ സ്ത്രീ ആ കിളിയെ തുറന്നു വിടും. പക്ഷേ പറക്കാനറിയാത്ത കിളി ഞാൻ നടന്നുപോയി മേരിയെ കണ്ടുപിടിച്ചോളാം എന്ന മട്ടിൽ പതിയെ മേരിയെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. പക്ഷേ കിളിക്ക് റോട്ടിലൂടെ അധിക ദൂരം നടക്കാൻ പറ്റിയില്ല. ആളുകളുടെ തിക്കും തിരക്കും ഉപദ്രവവും കൊണ്ട് പറക്കാൻ പറ്റാതെ ഇങ്ങനെ നടന്നാൽ എവിടെയും എത്തില്ലെന്ന് മനസ്സിലാക്കിയ കിളി ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് പറയും, ഞാൻ മേരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തിരഞ്ഞു നടക്കുകയാണെന്നും എനിക്കൊരു സഹായം ചെയ്യണമെന്നും പറയും. ഓക്കെ, ഞാൻ നിന്നെ സഹായിക്കാമെന്നും പറഞ്ഞ് ആ സ്ത്രീ കുട്ടിയുടെ പേര് വെച്ച് ഏതോ ഒരു ബുക്കിൽ നോക്കി ഒരു നമ്പർ തിരഞ്ഞെടുത്ത് വിളിച്ചു. പക്ഷേ ആ കോൾ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ അഡ്രസ്സ് നോക്കി അവരങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ആ അഡ്രസ്സിൽ കൊടുത്ത വീട്ടിൽ അവർ വന്നു. നോക്കുമ്പോൾ ആരുമില്ലാത്തൊരു വീട്. അടുത്തുള്ള ചെടികളെല്ലാം കരിഞ്ഞു പോയിരിക്കുന്നു. എല്ലാം ആകെ പഴകിക്കിടക്കുന്നു. അവിടെ അടുത്തുള്ള ഒരാളോട് അന്വേഷിച്ചപ്പോൾ അവർ വേറെ ഏതോ സ്ഥലത്തേക്ക് പോയെന്ന് പറയും. നമ്മളും അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്നും ഒരുപാട് ദൂരമുണ്ടെന്നും നീ തൽക്കാലം എൻ്റെ കൂടെ ഇരുന്നോ എന്നും ആ സ്ത്രീ പറയും. അത് കേട്ട കിളിയാകെ സങ്കടപ്പെടും. എന്നിട്ട് അവരോട് ചോദിക്കും, അല്ല, നിങ്ങളുടെ വീടിന് 4 ടയറുണ്ടല്ലോ, അതെന്താ? എടോ, ഇത് വീടൊന്നും അല്ല, ഇത് ഒരു ക്യാരവാനാ. ഞാനും എൻ്റെ ഹസ്ബൻഡും പല സ്ഥലങ്ങളിലും കറങ്ങാൻ മേടിച്ചതാ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്ന് കിളിയോട് പറഞ്ഞ് ആ സ്ത്രീ സങ്കടത്തോടെ ഇരിക്കും. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഗ്രാൻഡ് കയാൺ എന്ന രാജ്യത്ത് പോയി അവിടുത്തെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ 2 പേർക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവിടെ ആഗ്രഹം എനിക്ക് നടത്താൻ പറ്റില്ല എന്ന് സങ്കടത്തോടെ ആ സ്ത്രീ പറയുന്നുണ്ടായി. പിന്നെ നിന്നെയും നിൻ്റെ മേരെയും ഒന്നിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എൻ്റെ ഈ പ്രായത്തിൽ അത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവർ സങ്കടത്തോടെ ഇരുന്നു. അപ്പോൾ കിളി ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതെ, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത് കേട്ട് കിളി പറഞ്ഞു, അതുപോലെ തന്നെയാ എൻ്റെ മേരിയെ ഇനി കാണാതെ പോകുമെന്ന് എനിക്ക് പേടി തോന്നുന്നുവെന്ന്. ഇത് കേട്ട സ്ത്രീ, ഇങ്ങനെയൊരു കിളി ഇത്രയും വേദനിച്ച് പറയുമ്പോൾ എങ്ങനെയെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവരെ ഒന്നിപ്പിക്കണം എന്ന് കരുതി, വാ നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് അവർ വണ്ടി സ്റ്റാർട്ടാക്കി പുറപ്പെട്ടു. നല്ല സ്പീഡിലായിരുന്നു ആ സ്ത്രീ വണ്ടി ഓടിച്ചത്. മുമ്പിൽ തന്നെ ഇരുന്ന കിളി എനിക്ക് പേടിയാകുന്നേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. മാപ്പ് നോക്കി ഓരോ സ്ഥലങ്ങൾ നോക്കി വരുന്നു. പോകുന്ന വഴിയിലെല്ലാം പാട്ട് പഠിപ്പിച്ചുകൊണ്ടും അവിടെയും ഇവിടെയെല്ലാം ക്യാബ് കിട്ടി കിളിയുടെ ഫോട്ടോ എല്ലാം വരച്ച് 2 പേരും നല്ലോണം അടുത്തു. അങ്ങനെ അവർ പോകുമ്പോൾ എതിർഭാഗത്ത് വന്ന വണ്ടി അവരുടെ നേരെ വന്നു.
ജസ്റ്റ് ഇടിക്കാതെ അവർ രക്ഷപ്പെട്ടു പോയി. ഇവരുടെ വണ്ടി നേരെ ഒരു മരുഭൂമിയിലേക്ക് കയറി ബ്രേക്ക് ഡൗൺ ആയി. പല രോഗങ്ങളുമുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് കണ്ണ് മങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. എനിക്കിനി നിന്റെ കൂടെ മേരെ കണ്ടുപിടിക്കാൻ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് കുറച്ചുകൂടെ പോയാൽ ചിലപ്പോൾ നിന്റെ മേരിയെ കണ്ടുപിടിക്കാൻ പറ്റും. നീ പൊക്കോ, മേരിയെ കണ്ടുപിടിച്ചാൽ എനിക്ക് കത്തഴക്കണം എന്നാ സ്ത്രീ വയ്യാതെ കിളിയോട് പറയും. അത് പറയുമ്പോഴെല്ലാം സ്ത്രീയുടെ കണ്ണ് മങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് കിളി പറയും, ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കും, ഞാൻ എങ്ങോട്ടും പോകില്ലെന്ന് പറഞ്ഞ് കിളി ആ സ്ത്രീയുടെ കൂടെ തന്നെ തുടരും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആ സ്ത്രീയുടെ കണ്ണ് കൂടുതൽ കൂടുതൽ കാണാതായി തുടങ്ങും. നമ്മുടെ കിളിയാണ് അവർക്ക് വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും. എന്നാൽ ആ സ്ത്രീ ഒരു ദിവസം മരിച്ചു പോകും. ഇത് കിളിക്കൊട്ടും സഹിക്കാനായില്ല. മേരിയെ പിരിഞ്ഞിരുന്നതും ഈ സ്ത്രീയുടെ മരണവും കിളിക്ക് താങ്ങാനായില്ല. ആ സ്ത്രീ വരച്ച തൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി എപ്പോഴും ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരുന്ന ആ വാക്ക് കിളി ഓർത്തെടുക്കും. ജീവിതത്തിൽ ഒന്നും പിന്നെ ചെയ്യാമെന്ന് വെക്കരുത്, എല്ലാം അപ്പോഴേ ചെയ്യണം എന്ന കാര്യം ആ കിളി ഓർത്തെടുക്കും. അതുകൊണ്ട് തന്നെ പിന്നെ പറക്കാമെന്നും പറഞ്ഞ് നീട്ടി വെച്ചിരുന്നല്ലോ, ഇനി അത് വേണ്ട, എങ്ങനെയെങ്കിലും പറന്ന് നമ്മുടെ മേരിയെ കണ്ടുപിടിക്കണം എന്ന് കിളി പറഞ്ഞു. അങ്ങനെ കിളി പറക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പറന്നു. പിന്നെ നല്ലതുപോലെ പറക്കാൻ ആരംഭിച്ചു. അങ്ങനെ പറന്ന് വളരെ ദൂരം പോയി. അന്ന് പറഞ്ഞ ആ സ്ഥലമുണ്ടല്ലോ, ഗ്രാൻഡ് കയോൺ എന്ന സ്ഥലം, സൂര്യനുദിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് ഒരു രാത്രിയിൽ പറന്നെത്തി. അവിടെ ഒരു മരത്തിലിരുന്ന് നേരം വെളുത്തപ്പോൾ ആ സൂര്യോദയം കണ്ട് അവരുടെ ആഗ്രഹം കിളി നിറവേറ്റി. എന്നിട്ട് നമ്മുടെ മേരിയെ തിരഞ്ഞ് കിളി സിറ്റിയിലേക്ക് തിരിച്ചു. അപ്പോൾ ഈ കഥയുടെ 3rd പാർട്ട് ഉടൻ തന്നെ ഉണ്ടാകട്ടോ. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ